ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്കാണ്. നമ്മൾ പോകുന്ന റോഡ് നാഷണൽ ഹൈവേ ആണ്. NH 544, അതായത് കൊച്ചി സേലം നാഷണൽ ഹൈവേ കൂടിയാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ പല ഭാഗത്തായിട്ട് നിരവധി നാഷണൽ ഹൈവേകളുണ്ട്. അതിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസം ഈ നാഷണൽ ഹൈവേയുടെ ചെറിയൊരു ഭാഗത്തിനുണ്ട്. അതായത് വടക്കഞ്ചേരിയിൽ നിന്നും മണ്ണുത്തി വരെ ഈ നാഷണൽ ഹൈവേയിൽ 6 വരിയാണ്. പോരാത്തിന് അവിടെയാണ് കുതിരാൻ തുരങ്കമുള്ളത്. അപ്പോൾ നമ്മൾ 6 വരി യാത്രയുടെ പ്രത്യേകതയും കുതിരാൻ തുരങ്കവും ഒക്കെ കാണാൻ പോകാൻ കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്ത് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ടൗണിൽ തന്നെയുള്ള CSI സഭയുടെ ഇംഗ്ലീഷ് ചർച്ചാണ്. ഇതിപ്പോൾ തൊട്ട് നമ്മുടെ വലതുഭാഗത്ത് കാണുന്നത് പാലക്കാട് കോട്ട മൈതാനമാണ് കേട്ടോ. കോട്ട മൈതാനം പാലക്കാട്. ഇവിടെ നമ്മൾ പാലക്കാട് ടൗൺ വിട്ട് നാഷണൽ ഹൈവേയിലേക്ക് കയറുകയാണ്. ഇവിടെ സർവീസ് റോഡ് അവസാനിച്ചു. നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കയറി. ഇവിടെ ആളുകൾക്ക് നടന്ന് അപ്പുറം കിടക്കാനുള്ള വലിയ പാലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ കെട്ടിടം പാലക്കാട് മെഡിക്കൽ കോളേജാണ്. ഈ ഭാഗത്തൊക്കെ നാഷണൽ ഹൈവേ 4 വരിയേ ഉള്ളൂ. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഏറ്റവും പതുക്കെ പോകുന്ന വാഹനങ്ങളും വലതുവശം ട്രാക്കിൽ കൂടെ പോകും. ചില സമയത്താണെങ്കിൽ വലതുവശം ട്രാക്കിലും പതുക്കെ പോകുന്ന വാഹനം, ഇടതുവശം ട്രാക്കിലും പതുക്കെ പോകുന്ന വാഹനം. അപ്പോൾ പിന്നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിൻ്റെ പുറകിൽ കുടുങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ശരിക്കും ബ്ലോക്കായിട്ട് കിടക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ കെട്ടിടം പാലക്കാട്ടെ ലുലു മാളാണ്. നമ്മളിപ്പോൾ വടക്കഞ്ചേരി ടൗണിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ബസ്സിലാണ് നമ്മൾ വന്നതെന്നുള്ളതുകൊണ്ട് എരമയൂരും മാലത്തൂരും എല്ലാം കഴിഞ്ഞിട്ട് ബസ് നേരെ വടക്കഞ്ചേരി ടൗണിൽ കയറിയിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി വീണ്ടും നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കയറുകയാണ്. ഇവിടെ മുതലാണ് ഇപ്പോൾ നമ്മുടെ 6 വരി നാഷണൽ ഹൈവേയിലുള്ള യാത്ര തുടരുന്നത്. ഇപ്പം നമുക്ക് കാണാം നമ്മുടെ മുന്നിൽ 6 വരി നാഷണൽ ഹൈവേ ഇങ്ങനെ കിടക്കുകയാണ്. എന്താ, നമുക്ക് അങ്ങോട്ട് പോകാൻ 3 ട്രാക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 3 ട്രാക്ക്. നമ്മളിപ്പോൾ നടുക്കിലെ ട്രാക്കിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ മുന്നിലൊരു അധികം വേഗത ഇല്ലാത്തൊരു ബൈക്ക് പോകുന്നുണ്ട്. നമ്മളെക്കാൾ വേഗത്തൊരു കാറ് റൈറ്റ് സൈഡിൽ കൂടെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി. അതുകൊണ്ട് ഒരു തടസ്സവും ഇല്ലാണ്ട് നമുക്കിത് കൂടെ പോകാം. നമ്മളിപ്പോൾ ഇവിടുത്തെ ടോൾ പ്ലാസയിൽ എത്തുകയാണ് കേട്ടോ. ഇവിടെ ടോൾ കൊടുത്തു കഴിഞ്ഞാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്.
ടോൾ പ്ലാസ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ വേഗത നന്നായിട്ട് കൂടിയത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ക്ലിയറായിട്ട് വളരെ ക്ലിയറായ 6 വരി ഇങ്ങനെ കിടക്കുന്നു. അടിപൊളിയായിട്ട് പോകാം. നമ്മളിപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ റോഡിലധികം തിരക്കുകളില്ല, വണ്ടികളൊക്കെ വളരെ കുറവ്. രാവിലെ വൈകുന്നേരമൊക്കെ ചിലപ്പോൾ തിരക്കുണ്ടാവും. ഇവിടെ പല ഭാഗത്തും അണ്ടർ പാസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2-3 സ്ഥലത്ത് തന്നെ കണ്ടു. നമ്മളിപ്പോൾ കുതിരാൻ തുരങ്കത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാലത്ത് ഈ പ്രദേശത്ത് വളരെയധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നൊരു മേഖലയായിരുന്നു ഇത്. ഇത് മല ചുറ്റി വളഞ്ഞ കാരണമായിരുന്നു. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ കുതിരാൻ തുരങ്കം ഉണ്ടാക്കി കേട്ടോ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നല്ല സ്പീഡിൽ കുതിരാൻ തുരങ്കം നമുക്ക് ഇപ്പുറം കിടക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പം വീണ്ടും അതേ സ്പീഡിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. തൊട്ട് മുൻപേ കണ്ട ബ്ലോക്കും ഒരു അണ്ടർ പാസ് നിർമ്മിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മൾ വീണ്ടും ഹൈവേ കൂടെ മുന്നോട്ട് പോവാണ്. നമ്മൾ ഏകദേശം മണ്ണുത്തിയോട് അടുക്കുകയാണ് കേട്ടോ. മണ്ണുത്തിയോട് അടുക്കുമ്പോൾ നമ്മൾ ഈ 6 വരി ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി നമ്മുടെ യാത്രയുടെ അവസാനിക്കാൻ പോകണം. നമ്മൾ തൃശ്ശൂർ ടൗണിലേക്ക് കയറണം. ഇവിടെ നമ്മൾ ഹൈവേയിൽ നിന്നും പുറത്ത് കടന്ന് സർവീസ് റോഡിലേക്ക് കയറി. ഇനിയിപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂർ ടൗണിലേക്ക് നമ്മുടെ ഡയറക്ഷൻ മാറ്റുകയാണ് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്ന നാഷണൽ ഹൈവേ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി നേരെ ഇങ്ങനെ കൊച്ചിയിലേക്ക് പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ ടൗണിലേക്ക് തിരിയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.